കൊച്ചിയിൽ കടവന്ത്രയിലെ അനാശാസ്യ കേന്ദ്രം നടത്തിപ്പ് കേസിൽ ASI അടക്കം 2 പോലീസുകാർ അറസ്റ്റിൽ. കൊച്ചി ട്രാഫിക്കിലെ ASI രമേശ്, പാലാരിവട്ടം സ്റ്റേഷനിലെ ബ്രിജേഷ് ലാൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. അരുൺ ശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഈ 2 പേർക്കും ASIയും അതോടൊപ്പം ബ്രിജേഷ് ലാൽ, രമേശ്, ഇവർക്ക് 2 പേർക്കും ഇതിലുള്ള പങ്ക് എന്താണ് അരുൺ? നവംബർ 21-ന് എറണാകുളം സൗത്തിൽ ഡ്രീം റെസിഡൻസി എന്ന ഹോട്ടൽ കേന്ദ്രീകരിച്ച് അനാശാസ്യ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ 3 പേർ അറസ്റ്റിലായിരുന്നു. ഈ കേന്ദ്രം നടത്തിയ അല്ലെങ്കിൽ അതിനെ ചുക്കാൻ പിടിച്ച രശ്മി ഉൾപ്പെടെ 3 പേരായിരുന്നു അറസ്റ്റിലായത്. ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് 2 പോലീസുകാർ അറസ്റ്റിലായിരിക്കുന്നത്. ട്രാഫിക് പോലീസിലെ ASI രതീഷ്, അതോടൊപ്പം തന്നെ രമേശ്, അതോടൊപ്പം തന്നെ പാലാരിവട്ടം സ്റ്റേഷനിലെ ബ്രിജേഷ് എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇവർക്ക് ഈ അനാശാസ്യ കേന്ദ്രം നടത്തുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ലാഭം ഉണ്ടായി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇത് തെളിയിക്കുന്ന രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. രമേശിന് ഏകദേശം 9 ലക്ഷത്തോളം ഈ അനാശാസ്യ കേന്ദ്രം നടത്തിപ്പുകാരിൽ നിന്ന് കൈപ്പറ്റി എന്നുള്ളതാണ് പറയുന്നത്. ബ്രിജേഷിനും സമാനമായ രീതിയിലുള്ള പണം ലഭിച്ചിട്ടുണ്ട്. അത്തരം തെളിവുകളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പോലീസിന്റെ സഹായം, ഈ ഇത്തരം കേന്ദ്രങ്ങൾ നടത്തുന്നതിൽ പോലീസിന്റെ സഹായം വലിയ രീതിയിൽ ഉപകാരപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ പോലീസുകാർ ഈ കേന്ദ്രത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടത് എന്നുള്ളതാണ് കടവന്ത്ര SHO പറയുന്നത്. എന്തായാലും ഇവർ കൂടുതൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. സമാനമായ രീതിയിൽ മറ്റു അനാശാസ്യ കേന്ദ്രങ്ങളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടും ഇവർ സഹായങ്ങൾ നൽകിയിട്ടുണ്ടോ ഇത്തരമുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട്. ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കുന്ന 2 പേരെയും കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ തീരുമാനം.